ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ഒരു 10 മിനിറ്റിൽ റെഡിയാവുന്ന നല്ലൊരു ചായക്കടി ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക് ഐറ്റം. നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള 2 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത് നമ്മളൊരു മാവ് പോലെ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് സ്മൂത്ത് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നമ്മൾ ഓരോ ഷേപ്പ് ആക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള, ഇതൊരു വലിയ സവാളയുടെ പകുതിയാണ്, ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ എടുക്കുക, പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇറ്റാലിയൻ സീസണിങ് ആണ്. അതില്ലെങ്കിൽ കുറച്ച് കുരുമുളകും അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും എല്ലാം ചേർത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, പല പല കാര്യങ്ങൾ നമ്മൾ ചേർക്കുമ്പോൾ പല ടേസ്റ്റാണെന്നേ ഉള്ളൂ. ഇത് പൊതുവെ നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. ഞാനിതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഉപ്പ് വളരെ വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. കാരണം ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ സ്നാക്കിന് ഉപ്പ് കൂടി പോകാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യുക കേട്ടോ. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒത്തിരി എരിവൊന്നും ഇല്ലാത്തൊരു പലഹാരമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, ഒത്തിരി എരിവൊന്നും ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു പൊടി ചേർത്ത് കൊടുക്കണ്ടേ. ഞാനിവിടെ കോൺഫ്ലോറാണ് എടുക്കുന്നത്. കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ, അതും അല്ലെങ്കിൽ നമ്മുടെ 2 ബ്രെഡിൻ്റെ സ്ലൈസ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുത്തതോ എല്ലാം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂണോ വല്ലതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. ഞാനൊരു ലേശം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ കുഴച്ച് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് നമുക്കതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഏതെങ്കിലും ഷേപ്പിൽ, ഞാനിവിടെ ഒരു പൊട്ടറ്റോ ഫിംഗർ പോലെ ആക്കി എടുക്കുകയാണ്, മക്കൾക്ക് പിടിച്ച് കഴിക്കാനുള്ള എളുപ്പത്തിൽ. അതിങ്ങനെ ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് ഉരുട്ടി ആ ഷേപ്പിലാക്കി എടുത്താൽ മതി. അതല്ലെങ്കിൽ ഉരുട്ടി ഉരുളകളാക്കി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ മാവ് റെഡി ആയാൽ തന്നെ അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് അതിലേക്കിട്ട് ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ഈ ഷേപ്പ് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്ത് കോരുക. ഞാനിവിടെ ശാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരും പെട്ടെന്ന്. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആവും. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത്രയും ഷേപ്സും ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മളുടെ ഫ്രിഡ്ജിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഗസ്റ്റോ ഒക്കെ നമ്മൾ പെട്ടെന്ന് പറയാതെ കയറി വരികയാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒട്ടും പ്രയാസമില്ല ഉണ്ടാക്കാനായിട്ട്. വലിയ കുക്കിംഗ് ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. അന്നേരം പെട്ടെന്ന് തന്നെ എല്ലാ വശവും അതൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതൊട്ടും എണ്ണയൊന്നും കുടിക്കില്ലാത്ത ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കുഞ്ഞു മക്കൾക്ക് ഒത്തിരി ഇഷ്ടമല്ലേ. ഇതാകുമ്പം ഒരു സ്നാക്കായിട്ട് നമുക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ സ്നാക്സൊക്കെ വേണ്ടേ കുട്ടികൾക്ക്, സ്നാക്കായിട്ട് കൊടുത്തു വിടുകയും ചെയ്യാം. ഇത് തണുത്താലും നല്ല ക്രിസ്പായിട്ടിരിക്കുന്നൊരു പലഹാരമാണ്. അപ്പം ഞാൻ ഇവിടെ എല്ലാ ഷേപ്സും ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കത് കോരി മാറ്റാം. ഞാൻ കാണിച്ചു തരാം ഇത് എത്ര ക്രിസ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പനിയായിട്ടിരിക്കുകയാണ്, ഒരാഴ്ചയായിട്ട് പനിയും ജലദോഷമാണ്. സൗണ്ടൊക്കെ അതുകൊണ്ടൊരു വകയാണ്. ഇത് കണ്ടില്ലേ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം കേൾപ്പിച്ച് തരാം. നല്ല ടേസ്റ്റാണ്. സൗണ്ട് കേട്ടില്ലേ, എൻ്റെ കുഞ്ഞു മോനാണ് ഇവിടെ ഇരുന്ന് കാക്കയും പൂച്ചയൊക്കെ വിളിക്കുന്നത്.
ഇത് സോസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.